ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണോ? എൻ്റെ യൂട്യൂബ് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇതൊരു വിഷു വ്ളോഗാണ്. വിഷുവിന് ഞങ്ങൾ വിളക്കെടുത്തായിരുന്നു. അമ്മയും ഉണ്ണിമോനും വിളക്കെടുത്താൻ കൂടെ ഞാനും ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് പറ്റുന്ന രീതിയിൽ എല്ലാ വീഡിയോസും ഞാൻ എടുത്തിട്ടുണ്ട്. മാക്സിമം ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. എല്ലാം ഫുള്ള് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. എല്ലാ ഫ്ലോട്ടാണെങ്കിലും അടിപൊളിയായിരുന്നു വിഷു എന്ന് പറഞ്ഞാൽ. ഞാൻ ജീവിതത്തിൽ ഇങ്ങനൊരു വിഷു ഞാൻ കൊണ്ടിട്ടില്ല. കൊല്ലത്തെ വിഷു എന്ന് പറഞ്ഞാൽ ഇത്രയും ഭയങ്കരമാണെന്ന് ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല. അത്രയും സന്തോഷം. എനിക്കത് ഫുള്ള് കാണാൻ പറ്റിയതിൽ ഏറ്റവും വലിയ സന്തോഷം. വിളക്കെടുക്കാൻ പറ്റിയതിലും വളരെ സന്തോഷം. ഇതാണ് കൊല്ലം ആശ്രാമത്തെ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ പോകുന്ന വഴി. ശരിക്കും പറഞ്ഞാൽ വിളക്കെടുക്കുന്നതിന് മുമ്പേ നമ്മൾ എവിടെ എത്തി, വിളക്കെടുപ്പ് എവിടെ എത്തി എന്നറിയാൻ വേണ്ടി അമ്പലത്തിലോട്ടും പിന്നെ വഴിയിലോട്ടൊക്കെ പോയായിരുന്നു. അപ്പോൾ ഞാൻ വീഡിയോസ് എടുത്ത്, കാരണം വെച്ചാൽ എനിക്ക് വിളക്കെടുക്കുമ്പം എനിക്ക് വീഡിയോസ് എടുക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതിന് മുന്നേ നിങ്ങളെല്ലാവരും കാണിക്കാൻ വേണ്ടി നമുക്ക് ഫ്ലോട്ടും എല്ലാം എടുക്കാമല്ലോ. അതുകൊണ്ട് അതിന് മുമ്പ് ഞങ്ങൾ ഇറങ്ങിയതാണ്. ഞാനും ഹസ്ബൻഡും മോനുമായിട്ട് ഇറങ്ങിയതാണ് ചുറ്റൊന്നും കാണാൻ വേണ്ടി. പിന്നെ അങ്ങനെ അമ്പലം മൊത്തം ചുറ്റി കറങ്ങി തിരിച്ചു വന്നപ്പോഴത്തേക്ക് നമ്മൾ ആ വഴി മൊത്തം അലങ്കരിച്ചേക്കുവാണ്. അത്രയും ഭംഗിയായിട്ടാണ് ചെയ്തേക്കുന്നത്. എല്ലാവരും ഭയങ്കരമായിട്ട് എഫേർട്ട് എടുത്ത് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. വഴി മൊത്തം അലങ്കാരമായിരുന്നു. കൃഷ്ണൻ്റെ രാധയുടെയും വിഗ്രഹവും അങ്ങനെ എല്ലാം അടിപൊളിയായിരുന്നു. വഴിയൊക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നു. പിന്നെ അതിനുശേഷം ഞങ്ങൾ വിളക്കെടുപ്പ് എവിടെ എത്തി എന്നറിയാൻ വേണ്ടി പോയപ്പോൾ ഞങ്ങൾ നേരെ വിളക്കെടുപ്പിൻ്റെ അടുത്ത് വന്ന് അവിടെ ഫ്ലോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഫ്ലോട്ടും എല്ലാം ഇതിപ്പോൾ നിങ്ങൾക്ക് ഫുള്ള് കാണാൻ പറ്റും. ഞാൻ ഫുള്ളും എടുത്തിട്ടുണ്ട്. അങ്ങനെ ഈ ഫ്ലോട്ട് എല്ലാം കണ്ടിട്ട് ഫുള്ള് എന്തൊക്കെയുണ്ടെന്ന് കണ്ടിട്ട് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും കാണണം, വിളക്കെടുപ്പിന് കയറിക്കാനെ കാണാൻ പറ്റത്തില്ലല്ലോ എന്ന് വിചാരിച്ച് ഹസ്ബൻഡ് എന്നെ എല്ലാം കൊണ്ട് കാണിച്ചു. അപ്പോഴത്തേക്ക് വണ്ടി ഇരുന്ന് വീഡിയോ എടുത്തു. അപ്പോൾ മാക്സിമം എടുക്കാൻ പറ്റുന്ന എടുത്ത്. പിന്നെ ഭയങ്കര തിരക്കായിരുന്നു. അങ്ങനെ അതെല്ലാം എടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം 10 മണി ആ സമയത്താണെന്ന് തോന്നുന്നു കേട്ടോ. ആ സമയത്താണ് നമ്മൾ ഇറങ്ങി നോക്കിയത്. പിന്നെ നമുക്ക് പയ്യെ ഒരുങ്ങിയാൽ മതിയല്ലോ. അവിടെ എത്താറാകുമ്പം ഞങ്ങൾ വീട്ടിൻ്റെ അടുത്ത് തന്നെ അമ്പലം. അപ്പം ഏകദേശം ആ സമയമൊക്കെ എടുക്കാറാകുമ്പോൾ നമുക്ക് കയറിയാൽ മതി. കാരണം മോനെയും കൊണ്ട് കയറുന്നത് പാടാണ്. അവൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എല്ലാ കാര്യത്തിലും. അത് നിങ്ങൾക്ക് വഴിയെ മനസ്സിലാവും. കാരണം ഈ വീഡിയോ ഫുള്ള് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഭയങ്കര ബുദ്ധിമുട്ടും കരച്ചിലൊക്കെ ആയിരുന്നു. പറ്റുന്ന ഒരുപാട് വീഡിയോസ് എടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. പക്ഷെ എന്നാലും എല്ലാം എനിക്കൊരു 3/4 ഭാഗവും ഞാൻ എടുത്തിട്ടുണ്ട്. അത്രയും എല്ലാം നിങ്ങൾക്ക് കാണുകയും ചെയ്യാം. അതുകൊണ്ട് നിങ്ങൾ അവസാനം വരെ ഇത് കാണണം. ഇത് ഇത്രയും വലിയ വിഷു ആണെന്ന് നമ്മൾ ഒരിക്കലും വിചാരിച്ചില്ല കേട്ടോ. നമ്മളാണെങ്കിൽ നമ്മളെ വീട്ടിലാണെങ്കിൽ ഒരു കണി കാണുക, പിന്നെ വിഷു കൈനീട്ടം മേടിക്കുക, ബന്ധുക്കളെ വീട്ടിൽ പോവുക, സദ്യ കഴിക്കുക, ഇങ്ങനെയൊക്കെയാണ്. പക്ഷെ നമ്മൾ ഇതുവരെ അമ്പലത്തിലോ അങ്ങനെയൊന്നും വിഷു കണിയോ അങ്ങനെയൊന്നും കണ്ടിട്ടുമില്ല. ഇങ്ങനൊരു താലപ്പൊലിയൊന്നും കയറിയിട്ടുമില്ല. നമ്മൾ സാധനം ഉത്സവത്തിന് കയറും താലപ്പൊലി, അങ്ങനെ ഉള്ളൂ. വിഷുവിൻ്റെ അന്ന് അങ്ങനെ കയറിയിട്ടില്ല. പക്ഷേ ഇത് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. വിഷുവിന് താലപ്പൊലി മാത്രമല്ല, എന്തൊക്കെ കാര്യങ്ങൾ, ചെണ്ടമേളാണെങ്കിലും പല രൂപങ്ങളാണെങ്കിലും ഫ്ലോട്ടാണെങ്കിലും ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഇഷ്ടം പോലെ. കാരണം ആന, പിന്നെ അതേപോലെ തിരുവാഭരണം കൊണ്ടുപോകുന്നത്, അതൊക്കെ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പം ഹസ്ബൻഡ് വീട്ടിൽ 5 വർഷമായിട്ടുണ്ടെങ്കിൽ പോലും, ആശ്രമത്തുണ്ടെങ്കിൽ പോലും ഞാൻ കാണുന്നത് ആദ്യമായിട്ടാണ്. കാരണം എനിക്ക് അവസരം കിട്ടിയിട്ടില്ല. പല കാരണത്താൽ അവസരം കിട്ടാതെ പോയിട്ടുണ്ട്. അങ്ങനെ അതിനുശേഷം ആ മോനെ ഒന്ന് കൃഷ്ണനാക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ കൃഷ്ണനാക്കി. അമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ കൃഷ്ണനാക്കിയപ്പോഴത്തേക്ക് ഒരു രക്ഷയില്ല. അവന് മുല്ലപ്പൂ വയ്ക്കാൻ വയ്യ, കണ്ണെഴുതാൻ വയ്യ. കണ്ണൊക്കെ എഴുതാൻ പെട്ട പാടറിയാം. പിന്നെ വിചാരിച്ച് വേണ്ട, ഇപ്പം അങ്ങ് പോട്ടെന്ന് വിചാരിച്ചങ്ങ് വിട്ട് ആ കണ്ണെഴുതി പോയി കണ്ണാടി നോക്കിയപ്പോഴത്തേക്ക് ദേഷ്യം വന്ന് കരച്ചിലായിരുന്നു. കണ്ണെഴുതുന്ന ഇഷ്ടമല്ല, വായിച്ചാണെന്ന് പറഞ്ഞ് കരച്ചിലായിരുന്നു. ഒരു രക്ഷയില്ലായിരുന്നു. പിന്നെ എങ്ങനെയെങ്കിലും ഒന്ന് കളിപ്പാട്ടൊക്കെ മേടിച്ചിടാന്ന് പറഞ്ഞ് സെറ്റാക്കി. നമ്മൾ വിളക്കുമായിട്ട് വഴി പോയി നിന്നു ഇടയ്ക്ക് കയറാൻ വേണ്ടി. അങ്ങനെ നിന്നപ്പോഴത്തേക്ക് തന്നെ കുറേ ഫ്ലോട്ട് പോയി. അപ്പോൾ വിചാരിച്ചു നേരത്തെ എടുത്തത് കാര്യമായി, നേരത്തെ സ്കൂട്ടറിൽ പോയി എടുത്തത് കാര്യമായെന്ന് വിചാരിച്ചു. അതുകൊണ്ട് അതെല്ലാം എടുക്കാൻ പറ്റി. പിന്നെ ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് കാണാമല്ലോ എന്ന് വെച്ചാൽ ഞാൻ ക്രോസ് ചെയ്ത് അപ്പുറത്ത് പോയി ഫുൾ വീഡിയോ എടുത്തിട്ടുണ്ട്. അടുത്ത് നിന്ന് തന്നെ എല്ലാം എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അവസാനം വരെ നിങ്ങൾ കാണണം. പിള്ളേർ വരെ ഉണ്ട് കൃഷ്ണ വേഷത്തിൽ.
അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൻ്റെ അടുത്ത് വിളക്കായിട്ട് നിൽക്കുമായിരുന്നു. ഇതാണ് എൻ്റെ അമ്മ, ഹസ്ബൻഡിൻ്റെ അമ്മ. അമ്മയും ഉണ്ണിമോനെയാണ് വിളക്കെടുത്തത്, ഞാനും കൂടെ നിന്നു. പിന്നെ ഉണ്ണിമോന് ഫോട്ടോ എടുക്കാൻ ഞാൻ മാക്സിമം നോക്കി, പക്ഷെ അവൻ ഫോട്ടോയ്ക്ക് പല കോലങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അവൻ്റെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലെത്തി. അങ്ങനെ അമ്പലത്തിൽ എത്തിയിട്ട് എല്ലാവരും തിരുവാഭരണം വരാൻ വെയിറ്റിംഗ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ടേ വിളക്കണയ്ക്കാവൂ. അമ്പലത്തിൽ കയറി. അങ്ങനെ തിരുവാഭരണം കൊണ്ടുവന്നിട്ട് വിളക്കണയ്ക്കാവുന്നുണ്ട്. അപ്പം കൊണ്ടുവന്ന് ആന വലത്ത് വെച്ചിട്ട് പിന്നെ നമ്മൾ വിളക്കണയ്ക്കൊക്കെ ചെയ്തു തിരിച്ചു പോയത്. ആന വലത്ത് വെക്കുന്നതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്.
കണ്ട ആന കണ്ട ആന. ഞാനിതുവരെ കത്തിച്ചിട്ടില്ല, കേറിയിട്ടേ നമ്മളിതെല്ലാവരും വിളക്ക് അവിടെ കൊണ്ടുപോയി കാണിക്കും. ഒരുമിച്ച് എല്ലാവരും ഒരുമിച്ച് അങ്ങും അല്ലടോ. ഇറങ്ങിവിടാത്തോണ്ടാ ചോദിച്ചത് കേട്ടോ. എന്തോന്ന് പറയുന്നത് ആന വിളിക്കുന്ന സമയം ഗജരാജനെ വണങ്ങിയിട്ടാണ് ആന പോയത്. പിന്നെ ഉണ്ണിമോനെ കളിപ്പാട്ടത്തിൻ്റെ കാര്യം മറന്നതേയില്ല. അവനത് ഓർത്ത് വെച്ചിട്ട് അച്ചമ്മയും പിടിച്ചുകൊണ്ട് പോകാൻ. അച്ചമ്മയ്ക്കാകുമ്പോഴത്തേക്ക് പെട്ടെന്ന് കിട്ടുമോ അവനും കളിപ്പാട്ടങ്ങളൊക്കെ. നമ്മൾക്കത് നടക്കത്തില്ല. അതുകൊണ്ട് അവ അച്ചമ്മയെ വിളിച്ചുകൊണ്ട് പോയി. അച്ചമ്മ മേടിച്ചു കൊടുത്തു ബബിൾസ്. പക്ഷെ കുറച്ച് നേരത്തേക്കേ ഉള്ളായിരുന്നു, പറ്റിപ്പായിരുന്നു. 2-3 പ്രാവശ്യം ബബിൾസൊക്കെ വന്നുള്ളൂ. പിന്നെ അതിന് ചീത്തയായി, കാരണം അത്രയും ചീപ്പായിരുന്നു സംഭവം. ഇതാണ് നമ്മളൊരു കുഞ്ഞു കണി, വിഷുക്കണി. അമ്മയാണ് ഒരുക്കിയത്. ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ് കണി കണ്ടത്. പിന്നെ നമ്മൾ ദുബായിലെ കണിയാണ്. നമ്മൾ അയച്ചുമോളുടെയും ചേച്ചിയുടെയും വിഷ്ണുചേട്ടൻ്റെയും ഒരു ചെറിയൊരു വിഷുക്കണി. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു, ബൈ, ഹാപ്പി വിഷു. കോക്കനട്ട്